ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലെസൺ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ആണല്ലോ. സെമിസ്റ്റർ 1 തോട്ട് ഓഫ് അവർ ടൈംസ് എന്ന് പറയുന്ന ടെക്സ്റ്റിൽ സെക്കൻഡ് ചാപ്റ്റർ ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഗെരിത് സൗത്ത്വെൽ ആണ് അതിൻ്റെ റൈറ്റർ. ഹീസ് എ ബ്രിട്ടീഷ് ഓഥറാണ്, പ്രൊഫഷണൽ ഇല്ലസ്ട്രേറ്റർ ആണ്. സോ അദ്ദേഹം ഇവിടെ നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ട് മാത്രമാണ്, ഒരു ടെക്സ്റ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു പാർട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഗെരിത് സൗത്ത്വെല്ലിൻ്റെ 50 ഫിലോസഫി ഓഫ് സയൻസ് ഐഡിയാസ് യു റിയലി നീഡ് ടു നോ എന്ന് പറയുന്ന വർക്കിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു പാർട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ലെസൺ. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിനെക്കുറിച്ചായിരിക്കും അദ്ദേഹം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് തന്നെയാണ്. ഇതിൽ ഓഥർ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നു എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന നോഷൻ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിനെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസിനെ തന്നെ മാറ്റിമറിച്ചത്. ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്ന ഒരു ഐഡിയ തന്നെ അത് മാറ്റിമറിച്ചത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. സോ ഇവിടെ അദ്ദേഹം രണ്ട് സിമ്പിളായിട്ടുള്ള പക്ഷേ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അത് ഇന്നത്തെ ലോകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം ചോദിക്കുന്നു, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹി ആസ്ക്സ് വെദർ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ തിങ്ക് ആൻഡ് വെദർ മെഷീൻസ് ക്യാൻ ബി കോൺഷ്യസ്. സോ കമ്പ്യൂട്ടേഴ്സിന് ചിന്തിക്കാൻ പറ്റുമോ, തിങ്ക് ചെയ്യാൻ പറ്റുമോ, അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റുമോ, ഓർ അവർക്ക് മെഷീൻസിന് എന്ത് ചെയ്യാൻ പറ്റും, മെഷീൻസ് കോൺഷ്യസ് ആകുമോ, മെഷീൻസിന് കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുമോ? ഇതാണ് അദ്ദേഹം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് മനുഷ്യൻ, നമ്മൾ ഹ്യൂമൻ ബീങ്സ് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെഷീനാണ് അല്ലേ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അത് ഒരു പരിധി വരെ ഇസ് ആൻ എംബഡിമെൻറ്റ് ഓഫ് ഹ്യൂമൻ ഇൻ്റലക്റ്റ്. നമ്മുടെ തന്നെ ബുദ്ധിയുടെ പാർട്ടാണ്. കാരണം നമ്മളാണ് അവരെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നമ്മളോട് സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു കാര്യം, ദോ കമ്പ്യൂട്ടേഴ്സ് മേ ഔട്ട് പെർഫോം ഹ്യൂമൻസ്, ദേ ഫെയിൽ ടു കോംപ്രിഹെൻഡ് മെനി ഫാക്ട്സ് ദാറ്റ് ഓൺലി എ ഹ്യൂമൻ ക്യാൻ. സോ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു, അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവർക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിലും കമ്പ്യൂട്ടേഴ്സ് പല സ്ഥലത്തും ചിന്തിക്കുക ഇൻ ദ സെൻസ് അവർ പല സ്ഥലത്തും നമ്മളെ ഔട്ട് പെർഫോം ചെയ്യുന്നെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ മനുഷ്യർ ചെയ്യുന്ന പല കാര്യങ്ങളും, മനുഷ്യൻ ചിന്തിക്കുന്ന, മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം നമുക്ക് തരുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ, സയൻസ് ഫിക്ഷൻ മൂവീസിലൊക്കെ കാണുന്നത് പോലെ നമുക്ക് ഇന്ത്യയിൽ തന്നെ എത്രയോ മൂവീസ് ഉണ്ടല്ലോ, എന്തിനൊക്കെ അതിന് എക്സാമ്പിളാണ്. സോ റോബോട്ട്സ് അല്ലെങ്കിൽ മെഷീൻസ് എന്ന് പറയുന്നത് നമ്മളെ ഓവർകം ചെയ്ത് അവർ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നു. ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും. കാരണം അവർ ഭയങ്കര സ്ട്രോങ് ആണ്, അവർ നമ്മളെപ്പോലെ ചിന്തിക്കുകയോട് ചെയ്താൽ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ചില സമയത്തെങ്കിലും പേടി തോന്നും അത് ആലോചിക്കുമ്പോൾ. നമ്മൾ അവരുടെ സ്ലേവ്സ് ആയിട്ട് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. സോ ഇദ്ദേഹം പറയുന്നു, മനുഷ്യന് മനസ്സിലാക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും അവർക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം തന്നെ അദ്ദേഹം ആ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചുകൊണ്ടാണ് ചാപ്റ്റർ തുടങ്ങുന്നത്. ക്യാൻ എ കമ്പ്യൂട്ടർ തിങ്ക്, ക്യാൻ എ മെഷീൻ ബി കോൺഷ്യസ്? മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ഒരു കമ്പ്യൂട്ടറിന് ചിന്തിക്കാൻ പറ്റുമോ? ഒരു മെഷീൻ കോൺഷ്യസ് ആണോ? ദീസ് 2 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പക്ഷേ സിമ്പിളായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷേ വളരെയധികം നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ്. സോ സച്ച് ക്വസ്റ്റ്യൻസ് ഹാവ് പ്രൊവോക്ഡ് ഇൻക്രീസിംഗ്ലി heated controversy among philosophers and scientists in recent times. For the notion of artificial intelligence reflects not only on what it is technologically possible to achieve, but more fundamentally on what it means to be human. സോ ഇത് ഭയങ്കര ഹീറ്റഡ് ആർഗ്യുമെൻറ്റ്സിന് വഴിവെച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഫിലോസഫേഴ്സിനും സയൻറ്റിസ്റ്റിനും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്തല്ല, ടെക്നോളജിക്കലി ഭയങ്കര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഒരു വലിയ അച്ചീവ്മെൻറ്റ് മാത്രമല്ല, ബട്ട് മോർ ഫണ്ടമെൻ്റലി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനും കൂടെ ആൻസർ കണ്ടെത്തേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ശരിക്കും ചോദിച്ചത്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു, 1950 വളരെ ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മാത്തമെറ്റീഷ്യൻ ആയിട്ടുള്ള അലൻ ട്യൂറിങ്ങിൻ്റെ ഒരു തിയറി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് 1912 to 1954 അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ 50 ഇദ്ദേഹം നടത്തിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്, അതിനുശേഷം ആ ടെസ്റ്റ് അറിയപ്പെട്ടത് ട്യൂറിംഗ് ടെസ്റ്റ് എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർന്നാണ് അത് അറിയപ്പെടുന്നത്. സപ്പോസ് യു ആർ ആസ്ക്ഡ് ടു കണ്ടക്ട് എ കോൺവെർസേഷൻ വിത്ത് 2 അൺസീൻ ഇൻഡിവിജ്വൽ. സപ്പോസ് നിങ്ങളോട് ഒരാളെ കാണാതെ മേ ബി ഒരു ലെറ്റർ എഴുതിക്കൊണ്ടോ എങ്ങനെയെങ്കിലും ഒരാളോട്, അയാളെ കാണാതെ അയാളോട് ഒരു കോൺവെർസേഷൻ നടത്താൻ ആവശ്യപ്പെടുകയും, ബട്ട് ദാറ്റ് വൺ ഓഫ് ദീസ് വാസ് ആക്ച്വലി എ കമ്പ്യൂട്ടർ. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് മേ ബി ഒരു ടെക്സ്റ്റിലൂടെ ആയിരിക്കാം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്.
ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളെന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ആണെന്ന് വിചാരിക്കൂ. ഇഫ് അണ്ടർ ദീസ് സർക്കംസ്റ്റാൻസസ് യു കുഡന്റ് ടെൽ ദ ഡിഫറൻസ് or got it wrong, then Turing argued we might consider the machine to have passed the test. സോ ഇതാണ് ആ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് കേപ്പബിൾ ഓഫ് ഇൻ്റലിജൻറ്റ് തോട്ട് എന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങൾ ഒരാളുമായിട്ട് ടെക്സ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുക. സോ അപ്പുറത്തെ സൈഡിലുള്ള ആളൊരു കമ്പ്യൂട്ടറാണ്. പക്ഷേ നമുക്ക് ഒരു കാരണവശാലും നമ്മൾ മെസ്സേജ് അയക്കുന്നു, അവിടുന്ന് റിപ്ലൈ വരുന്നു, നമ്മൾ അതിനെ തുടർന്നുള്ള മെസ്സേജസ് അങ്ങോട്ട് അയക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇവിടെ നമ്മൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഒരുപാട് നേരത്തെ കോൺവെർസേഷന് ശേഷവും നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പുറത്തെ സൈഡിലുള്ളത് ഒരു കമ്പ്യൂട്ടറാണ് എങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ആ മെഷീൻ അവിടെ വിൻ ചെയ്തു എന്ന് മനസ്സിലാക്കാം. കാരണം അതൊരു മെഷീനാണെന്ന് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഹ്യൂമൻ ബീയിങ്ങിന് മനസ്സിലായില്ല എങ്കിൽ ആ മെഷീനെ അവിടെ നമ്മൾക്ക് ആ ടെസ്റ്റ് പാസ്സായതായിട്ട് കണക്കാക്കാം. അതാണ് ട്യൂറിംഗ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ട്യൂറിംഗ്സ് ടെസ്റ്റ് ഇസ് നോട്ട് പെർഹാപ്സ് എസ്പെഷ്യലി റിഗറസ് ആൻഡ് വി മേ ആർഗ്യൂ that the human potential for being deceived under certain circumstances shouldn't have any bearing on whether machines can think or be considered intelligent. സി നമ്മളിത് നേരത്തെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഇതുപോലെ പല ലെസൺസ് പറഞ്ഞു വന്ന കൂട്ടത്തിൽ, നമ്മുടെ വീഡിയോസ് ചെയ്ത കൂട്ടത്തിൽ നമ്മൾ ചെയ്ത ഒരു ലെസണാണ് നമ്മുടെ ലിവിങ് ഇൻ ദ പ്ലാനറ്റ് ഓഫ് ആപ്സ് എന്ന് പറയുന്നത്, ഖൈർനീസ മാമിൻ്റെ അല്ലേ. അപ്പോൾ അതിലും ഇതുപോലെ ചില ഇൻസ്റ്റൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും മെഷീൻസ് നമ്മളെ ഓവർകം ചെയ്യുന്നു. അതിൽ മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ ആപ്സിൻ്റെ കാര്യമാണ് പറഞ്ഞെങ്കിൽ അവരൊക്കെ നമ്മളെ ഓവർകം ചെയ്യുന്ന പോലെ ഇതൊക്കെ ഇതിൻ്റെ പാർട്ടാണല്ലോ. സോ ഇവിടെ പറയുന്നു, റൈറ്റർ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഈ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റായിട്ട് മാത്രം നമ്മൾ കണക്കാക്കണ്ട. മനുഷ്യൻ പലപ്പോഴും ഇങ്ങനെ ഡിസീവ് ചെയ്യപ്പെടാം, ചതിക്കപ്പെടാം അല്ലേ, പല സർക്കംസ്റ്റാൻസിലും. വെദർ മെഷീൻസ് ക്യാൻ തിങ്ക് ഓർ ബി കൺസിഡേർഡ് ഇൻ്റലിജൻറ്റ്. നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കിയ മെഷീൻസ് നമ്മളെ ഒരു ടെസ്റ്റിൽ തോൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. ബട്ട് ദ സിനാരിയോ ഡസ് റേസ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. അദ്ദേഹം പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എ മെഷീൻ കുഡ് അപ്പിയർ ടു തിങ്ക്, റിയാക്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് സോ ആസ് ടു ബി ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫ്രം എ ഹ്യൂമൻ ബീങ്, then should we consider it to be truly thinking, reacting and communicating? ഒരു മെഷീനെ നമുക്ക് ഒരു രീതിയിൽ മാറ്റി നിർത്താൻ പറ്റാത്ത അവസ്ഥ, അവൻ റിയാക്ട് ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ നിന്ന് യാതൊരു ഡിഫറൻസും അതിനില്ല എന്ന് പറയുമ്പോൾ നമുക്കവരെ ശരിക്കും ചിന്തിക്കുന്നതായിട്ടും റിയാക്ട് ചെയ്യുന്നതായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുമോ? അവരവരുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ആണോ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് ഈസ് ദെയർ നോ മോർ ടു ഡൂയിങ് ദോസ് തിങ്സ് ദാൻ അപ്പിയറിംഗ് ടു ആക്ച്വലി ഡു ദം. ശരിക്കും അവർ ഈ കാര്യങ്ങൾ ചെയ്യുകയാണോ അതോ ഇത് വേറെ എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് അദ്ദേഹം പറയുന്നു, ഈ പറഞ്ഞ ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യൻ അലൻ ട്യൂറിങ്ങിൻ്റെ ഒരു കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ലീഡ് ചെയ്യുന്നത് ദാറ്റ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ മോഡേൺ കമ്പ്യൂട്ടർ, മോഡേൺ കമ്പ്യൂട്ടറിലേക്കാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്, വാസ് ദ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ, UTM എന്നാണ് എൻ്റെ ഫുൾ ഫോം ആണ്. യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് വൺ വേർഡ് വെച്ച് ഓർത്ത് വെച്ചോളൂ, UTM, ഫുൾ ഫോം ഓഫ് UTM, യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ. While a specific Turing machine could be envisaged that might perform any particular mathematical algorithm. ഇവിടെ UTM എന്ന് പറയുന്നത് ഏത് മാത്തമാറ്റിക്കൽ അൽഗോരിതവും ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്ന് പറഞ്ഞല്ലോ. സോ ഒരു സ്പെസിഫിക് ട്യൂറിംഗ് മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു വിഷനോട് കൂടിയാണ്. ലോകത്തിലെ ഏത് മാത്തമാറ്റിക്കൽ അൽഗോരിതം അതിന് ചെയ്യാൻ പറ്റും. സോ ഈ UTMന് ഈ ട്യൂറിംഗ് മെഷീനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ പ്രിൻസിപ്പിൾ സ്റ്റിമുലേറ്റ് എനി ട്യൂറിംഗ് മെഷീൻ. സോ UTM വാസ് നോട്ട് എ മെഷീൻ വിത്ത് എ സ്പെസിഫിക് കാൽക്കുലേറ്റിംഗ് റോൾ എന്ന് അദ്ദേഹം പറയുന്നു. വെറുതെ ഒരു കാൽക്കുലേറ്റിംഗ് റോളിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, but one that could be programmed to perform the job of any conceivable calculating machine, even perhaps human. ഏത് കാൽക്കുലേഷനും ഇത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡു ദ ജോബ് ഓഫ് എനി കൺസീവബിൾ കാൽക്കുലേറ്റിംഗ് മെഷീൻ. ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് അതിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. കമ്പ്യൂട്ടേഴ്സ് ഹ്യൂമൻസിനെ ഔട്ട് പെർഫോം ചെയ്യുന്ന, നമ്മളെ അങ്ങ് റൂൾ ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാകാം എന്ന് അദ്ദേഹം പറയുന്നു. ഒന്ന് അദ്ദേഹം പറയുകയാണ്, ഇൻ വൺ സെൻസ് ഓഫ് കോഴ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ദാറ്റ് ഈസ് AI, ഇസ് എ ഫാക്ട്. ഇതൊരു ഫാക്ട് തന്നെയാണ്. ഇഫ് യു ഡിഫൈൻ ഇറ്റ് ആസ് ദ എബിലിറ്റി ടു പെർഫോം ഡിസിഷൻ മേക്കിംഗ് ടാസ്ക് ദാറ്റ് നോർമലി റിക്വയർ ഹ്യൂമൻ ബീങ്സ്. ചില ഡിസിഷൻ മേക്കിംഗ് ടാസ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആര് തന്നെ വേണം? ഹ്യൂമൻ ബീങ്സ് തന്നെ വേണം. പക്ഷേ ചില സമയത്ത് നമുക്ക് വി ഓൾറെഡി ഹാവ് സച്ച് മെഷീൻസ്. തീരുമാനങ്ങൾ എടുക്കാൻ
കപ്പാസിറ്റി ഉള്ള ചില മെഷീൻസ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞു 2010 സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു വലിയ ക്രാഷ് ഉണ്ടായി. ഇതിന് ശരിക്കും ബ്ലെയിം വന്നത് നമ്മൾ അവിടെ കൂടുതൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെ റിലേ ചെയ്തു എന്നുള്ളതാണ്. ഈ അൽഗോരിതം ട്രേഡിംഗ് ഒക്കെ നടത്താനായിട്ട് അൽഗോരിതമിക് ട്രേഡിംഗ് ഒക്കെ നടത്താനായിട്ട് കമ്പ്യൂട്ടേഴ്സിനെയാണ് അവിടെ ആ സമയത്ത് ആശ്രയിച്ചത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായെന്ന് കുറേ ബ്ലെയിം ആ സമയത്ത് വന്നു. വെസ് സ്റ്റോക്സ് വെയർ ബോട്ട് ആൻഡ് സോൾഡ് അറ്റ് എ റേറ്റ് ദാറ്റ് നോ ഹ്യൂമൻ ബീങ് കുഡ് ഫീസിബിളി കീപ് ട്രാക്ക് ഓഫ്. ഇതെല്ലാം വന്നവിടെ ചെയ്തത് ഈ വന്ന സ്റ്റോക്സ് ഒക്കെ വാങ്ങിച്ചതും വിറ്റതും ഒക്കെ ഈ പറഞ്ഞ മെഷീൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയാണ് അവിടെ അന്ന് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അഡോപ്ഷൻ ഓഫ് ദീസ് മെത്തേഡ്സ് വാസ് എൻകറേജ് ബൈ ടെസ്റ്റ്. ഇങ്ങനത്തെ മെത്തേഡ്സ് ഒക്കെ എടുക്കുമ്പം ടെസ്റ്റ് ഒക്കെ നടത്തണം. ഇൻ വിച്ച് മെഷീൻസ് അപ്പിയർ ടു ഔട്ട് പെർഫോം ഹ്യൂമൻ സബ്ജക്ട്സ്. നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതിനും അപ്പുറത്തേക്ക് അവർ കടന്നു പോകുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് മാത്രമേ നമ്മൾ പലപ്പോഴും ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ഇതുകൊണ്ട് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? റൈറ്റർ നമ്മളോട് ചോദിക്കുന്നത് എന്താണ് ഈ കാര്യങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യനെ പലപ്പോഴും ഔട്ട് പെർഫോം ചെയ്യും എന്ന് പറയുമ്പം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് വി ഷുഡ് റിമെമ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഗ്രാംഡ് ബൈ ഹ്യൂമൻസ്. നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരാണ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ദെയർഫോർ നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ, അത് പ്രോഗ്രാം ചെയ്ത ആളിൻ്റെ ഇൻ്റലിജൻസിൻ്റെ എംബഡിമെൻ്റ് ആണ് അല്ലേ? അങ്ങനെയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഒരു ടീം ഓഫ് പീപ്പിൾ ആയിരിക്കും. ഒന്നെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു ടീം ഓഫ് പീപ്പിൾ. ആ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത ആൾക്കാരുടെ ഇൻ്റലിജൻസ് ആണ് ഈ കമ്പ്യൂട്ടർ നമ്മൾ കാണേണ്ടത്. സോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇൻ്റലിജൻ്റ് ആണ്. സോ പാർട്ട്ലി ഇതൊരു റിഫ്ലക്ഷനാണ്, ഹ്യൂമൻ ഇൻജന്യൂറ്റിയുടെ റിഫ്ലക്ഷനാണ്. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, കമ്പ്യൂട്ടേഴ്സ് ഹാവ് ബീൻ ഔട്ട് പെർഫോമിങ് ഹ്യൂമൻസ് ഓൾമോസ്റ്റ് സിൻസ് ദേ വെർ ഇൻവെൻറ്റഡ്. അവരെ കണ്ടുപിടിച്ച കാലം തൊട്ടേ അവർ പലപ്പോഴും നമ്മളെ ഔട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും, അതുകൊണ്ട് വേണ്ടി തന്നെയാണ് അവരെ ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദാറ്റ്സ് വൈ ദേ വെർ ഇൻവെൻറ്റഡ് അല്ലേ? നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മളെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പലപ്പോഴും ഹ്യൂമൻ ബീങ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവരെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ദ മെഷീൻ ഡെവലപ്ഡ് ബൈ ട്യൂറിംഗ് ആൻഡ് അതേഴ്സ് ദാറ്റ്, അദ്ദേഹം ഒരു പ്രത്യേക കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ബ്ലെച്ച്ലി പാർക്ക് എന്ന് പറയുന്നത്, അവിടെ ഒരു ജർമ്മൻ എനിഗ്മ മെഷീൻ ഉണ്ടായിരുന്നു. അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്തു ട്യൂറിങ്ങും മറ്റുള്ളവരും ചേർന്നിട്ട്. ഈ എനിഗ്മ മെഷീൻ എന്ന് പറയുന്നത് ഇതൊരു സേഫർ ഡിവൈസ് ആണ്. ഡെവലപ്ഡ് ആൻഡ് യൂസ്ഡ് ഇൻ ദ ഏർലി ടു മിഡ് 20th സെഞ്ചുറി വരെ ഉപയോഗിച്ചിരുന്ന ഒരു മെഷീനാണ്. കൊമേഴ്സ്യലായിട്ടുള്ള, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള, മിലിറ്ററി കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് എംപ്ലോയ് ചെയ്ത് എക്സ്റ്റെൻസീവായിട്ട് എംപ്ലോയ് ചെയ്തിരുന്ന അന്ന് നാസി ജർമ്മനിലാണ്, വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്ത്. അപ്പോൾ ജർമ്മൻ മിലിറ്ററിയുടെ എല്ലാ ബ്രാഞ്ചിലും ഇത് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ മെഷീൻ ശരിക്കും പറഞ്ഞാൽ ഈ ജർമ്മൻ എനിഗ്മ മെഷീനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കോഡ്സ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു മെഷീൻ ട്യൂറിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഡെവലപ്പ് ചെയ്യപ്പെട്ടു. അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ വാസ് ക്രിയേറ്റഡ് ടു ക്രഞ്ച് നമ്പേഴ്സ് ആൻഡ് കാൽക്കുലേറ്റ് പെർമുലേഷൻസ് അറ്റ് എ റേറ്റ്. ക്രഞ്ച് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് നമ്പേഴ്സ് എന്നുള്ളത്, വലിയ ന്യൂമറിക്കൽ ഡേറ്റ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ്. ഡിറ്റർമിൻസ് എ നമ്പർ ഓഫ് പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ് ഇൻ എ സെറ്റ്. ഒരു സെറ്റിൽ നമ്പേഴ്സിനെ ഇങ്ങനെ പോസിബിൾ ആയിട്ടുള്ള അതിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ്. സോ ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ മെഷീൻ ഡെവലപ്പ് ചെയ്യുകയും ഒരു പ്രത്യേക റേറ്റിൽ, സ്പീഡിൽ, സ്കെയിലൊക്കെ ഇതവർ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്തു. ദാറ്റ് നോട്ട് ഈവൻ എ ടീം ഓഫ് മാത്തമാറ്റീഷ്യൻസ് കുഡ് മാച്ച്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഡെവലപ്പ് ചെയ്ത മെഷീനോടൊപ്പം നിൽക്കാൻ ഒരു ടീം ഓഫ് മാത്തമാറ്റീഷ്യൻസ് പോലും പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഡെവലപ്പ് ചെയ്ത മെഷീൻ പലപ്പോഴും നമ്മളെ ഓവർടേക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഈവൻ ദ ഹംബിൾ കാൽക്കുലേറ്റർ ഔട്ട് പെർഫോംസ് എ മെജോറിറ്റി ഓഫ് ഹ്യൂമൻസ് ഇൻ ദിസ് റിഗാർഡ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു കാൽക്കുലേറ്റർ പോലും പലപ്പോഴും നമ്മുടെ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരെയും ഓവർകം ചെയ്യും അല്ലേ? നമ്മളെക്കാട്ടി എത്ര ഫാസ്റ്റായിട്ട്. പക്ഷേ അതുപോലെ കണക്ക് കൂട്ടുന്ന, അത്രയും ഫാസ്റ്റായിട്ട് കണക്ക് കൂട്ടുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് അല്ലേ? വളരെ ഫാസ്റ്റായിട്ട് അതൊക്കെ ട്രെയിൻ ചെയ്ത് കുട്ടികൾ വരെ ചെയ്യാറുണ്ട് അത്. പക്ഷേ മെജോറിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സിന് അത് പറ്റാറില്ല. അപ്പോൾ നമ്മളെ അവർ ഔട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു മെഷീൻ നമ്മളെ ഇങ്ങനെ ഓവർകം ചെയ്യുന്ന കാണുമ്പം ഷുഡ് വി ഫീൽ ഹ്യൂമിലിയേറ്റഡ് ബൈ ദിസ്? നമുക്കൊരു ഹ്യൂമിലിയേഷൻ തോന്നില്ലേ എന്നാണ് അദ്ദേഹം തോന്നുന്നത്. നമുക്കൊരു ഇൻസൾട്ട് പോലെ ഫീൽ ചെയ്യില്ലേ പലപ്പോഴും? കാരണം ഇയാൾ എന്ത് ചെയ്യുന്നു, ഈ മെഷീൻ നമ്മളെ ഓവർകം ചെയ്തിരിക്കുന്നു, നമ്മളൊന്നും അല്ലാതായിട്ട് അയാളുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മളൊന്നുമല്ല ആ മെഷീൻ്റെ മുന്നിൽ, ആ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ നമ്മുടെ ഇൻ്റലിജൻസ് ഒന്നും അല്ലാത്ത പോലെ നമുക്ക് തോന്നില്ലേ എന്ന് ചോദിക്കുന്നു. ആൻഡ് അനദർ ഇൻസ്റ്റൻസ് അദ്ദേഹം പറയുന്നു, 1997 നമുക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. വേൾഡ് ചെസ് ചാമ്പ്യൻ ഗാരി കാസ്പറോവ്, ഹി വാസ് ബീറ്റൺ ബൈ ദ കമ്പ്യൂട്ടർ ഡീപ്പർ ബ്ലൂ എന്ന് പറയുന്ന കമ്പ്യൂട്ടറാണ് അദ്ദേഹത്തെ കീഴടക്കിയത്, ഗാരി കാസ്പറോവിനെ ചെസ്സിൽ. ആൻഡ് സം സോ ഇറ്റ് ആസ് എ വാട്ടർ ഷെഡ് മൊമെൻറ്റ് ഇൻ
ഹ്യൂമൻ ഹിസ്റ്ററി. ചില ആൾക്കാർ ഈ ഈവൻറ്റിനെ കൺസിഡർ ചെയ്തത് ഒരു വലിയ ടേണിംഗ് പോയിന്റാണ്. വാട്ടർ ഷെഡ് മൊമെന്റ് നമ്മൾ പറയുന്ന ഒരു ടേണിംഗ് പോയിന്റാണ്, വലിയൊരു ടേണിംഗ് പോയിന്റ് ഹിസ്റ്ററിയിൽ. വി വർ നൗ ദ സെക്കൻഡ് ബെസ്റ്റ്. കമ്പ്യൂട്ടർ കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ബെസ്റ്റ് ആണ്. ഇറ്റ് വാസ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം ബിഫോർ വി എൻട്രസ്റ്റഡ് ദ റണ്ണിങ് ഓഫ് ഓൾ അവർ അഫയേഴ്സ് ടു ദ കമ്പ്യൂട്ടേഴ്സ്. സോ ഒരു വളരെ കുറച്ച് സമയത്തിനകത്ത് നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടേഴ്സിനെ ഏൽപ്പിച്ചു. ബട്ട് ഐ തിങ്ക് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫാക്ട് ഈസ് ദാറ്റ് ദ ഇയർ ബിഫോർ Kasparov had beaten the previous incarnation, Deep Blue, that is, that a single human mind, unaided, could defeat a machine. Every significant chess game ever played loaded into its data banks and representing the combined efforts of a team of experts working for years, that I think is more humbling. So, അദ്ദേഹം പറയുന്നു, ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കമ്പ്യൂട്ടറിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ, കൺസ്ട്രക്ട് ചെയ്തപ്പം അതുവരെ ഏഹ്, ലോകത്ത് നടന്നിട്ടുള്ള സകല സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചെസ് ഗെയിംസും അതിൻ്റെ ഡേറ്റാ ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് കമ്പൈൻഡ് എഫേർട്ടായിരുന്നു ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു ടീമിൻ്റെ എഫേർട്ടാണ്, ടീം ഓഫ് എക്സ്പേർട്സ് ഒരുപാട് വർഷങ്ങളെടുത്തിട്ടാണ് ഇതിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചത്. സോ അതൊരു ഹ്യൂമൻ ബീയിങ്ങിനെ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും അതൊരു എന്ത് ടൈപ്പ് ഓഫ് ഇൻസിഡൻ്റ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്? അതൊരു ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻ്റ് ആയിട്ട് കണക്കാക്കണോ? അത് ഏത് സൈഡിൽ നിന്ന് നമ്മളത് കണക്കാക്കണം? നമുക്കൊരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സൈഡിൽ നിന്ന് അതിനെ കാണണോ? അതൊരു കമ്പ്യൂട്ടറിൻ്റെ സൈഡിൽ നിന്ന് കാണണോ? കമ്പ്യൂട്ടറിൻ്റെ സൈഡിൽ നിന്ന് കണ്ടാലും അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച എത്ര ഹ്യൂമൻ ബീയിങ്സ് ആണ്, ഒരു ടീം ഓഫ് എക്സ്പേർട്സ് ആണ്. സോ എവിടെയാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ദ ഫാക്ട് ദാറ്റ് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ഔട്ട് പെർഫോം അസ് ഈസ് ദെയർഫോർ നോ മോർ സിഗ്നിഫിക്കൻറ്റ് ദാൻ ദ ഫാക്ട് ദാറ്റ് എ സ്പീഡ് ക്യാൻ ഔട്ട് പെർഫോം ദ ഹ്യൂമൻ ഹാൻഡ്. ഹ്യൂമൻ ഹാൻഡിനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഇതൊരു ഫാക്റ്റാണ്. കമ്പ്യൂട്ടേഴ്സ് നമ്മളെ ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ കാണാതിരിക്കേണ്ട കാര്യമില്ല. ഒരു സ്പീഡ് നമ്മൾ എന്താണ് ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ? നമ്മളുടെ ലേബർ, നമ്മുടെ എന്താണ് മാനുവൽ ലേബർ കുറയ്ക്കാനായിട്ട് നമ്മൾ ആശ്രയിക്കുന്ന കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. പല ജോലികളും ചെയ്യുന്ന സമയത്ത് നമ്മളെ സഹായിക്കാനായിട്ട് അത് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ അദ്ദേഹം പറയുന്നു, നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ്, ഫോർ എക്സാമ്പിൾ പറമ്പിൽ പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നു, കിളയ്ക്കുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തൂമ്പ, കുന്താലിയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ? ഇവിടെ സ്പേഡ് എന്ന് പറയുന്ന മണ്ണ് ഇളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റ് ആണ്. സോ അത് നമ്മളെ ഔട്ട് പെർഫോം ചെയ്യുന്നില്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ഹാൻഡിനെ ഔട്ട് പെർഫോം ചെയ്യുന്നില്ലേ? അങ്ങനെ ചിന്തിച്ചൂടെ? അപ്പം മെഷീൻ തന്നെ വേണമെന്നില്ല പലപ്പോഴും. ഫർദർ മോർ, ഇഫ് യു വോണ്ട് ടു കോൾ വാട്ട് ദേ ഡു തിങ്കിങ് ഓർ ഡിസിഷൻ മേക്കിംഗ്, ദെൻ വൈ നോട്ട്? പിന്നെ ഈ മെഷീൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെയുള്ള ജോലി ഒരു സ്പീഡിന് ചെയ്യാൻ പറ്റുമെങ്കിൽ തിങ്കിങ്ങും ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ അവർക്ക് ചെയ്യാൻ പറ്റില്ലേ? നമ്മൾ പ്രോഗ്രാം ചെയ്താൽ ഒരു മെഷീൻ അത് ചെയ്യാൻ പറ്റില്ലേ? ചില ഫിലോസഫേഴ്സും സയൻറ്റിസ്റ്റും ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരതിനെ എതിർക്കുന്നുണ്ട്. ഇത് ശരിയല്ല. ഇങ്ങനെ ചിന്തിക്കാനും ഡിസിഷൻ മേക്കിങ്ങിനും നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ അനുവദിക്കാൻ പാടില്ല. ഫോർ ഇൻസ്റ്റൻസ്, റോജർ പെൻറോസ് എന്ന് പറയുന്ന ഫിസിസിസ്റ്റ്, അദ്ദേഹം ആർഗ്യൂ ചെയ്തിരിക്കുന്നത്, കേർട്ട് ഗോഡൽ പ്രപ്പോസ് ചെയ്ത പോലെ, മാത്തമാറ്റീഷ്യൻസ് മേ റെക്കഗ്നൈസ് ട്രൂത്ത്സ് അബൌട്ട് മാത്തമാറ്റിക്കൽ സിസ്റ്റംസ് ദാറ്റ് ആർ നോട്ട് പ്രോബബിൾ വിത്തിൻ ദോസ് സിസ്റ്റംസ്. There will always be certain truths that a computer program cannot comprehend, but a human can. ചില കാര്യങ്ങൾ മനുഷ്യന് മാത്രം മനസ്സിലാവുന്ന, ഈവൻ അത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണെങ്കിൽ പോലും അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ആർക്കാണെന്ന് പറയുന്നു? ഹ്യൂമൻ ബീങ്സിന് മാത്രമാണ്. അല്ലാതൊരു മെഷീൻ അതൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ കൂടെ അവരെ നിൽക്കും, നമ്മളുടെ ഒപ്പം നിന്ന് നമുക്ക് അവരെ പ്രവർത്തിപ്പിക്കാം. ഓക്കെ, സം therefore resist the temptation to say that computers can think in the fullest sense. അപ്പം നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെക്കുന്ന പോലെയാണ് അവർ ചിന്തിക്കുന്നത്. അല്ലാതെ അവർ തിങ്ക് എന്ന് പറയുമ്പം ഫുൾ സെൻസിൽ അത് തിങ്കിങ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, however, there are others who are happy to concede this position of weak AI. Weak AI, strong AI, രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് വീക്ക് AI എന്ന് പറയുന്നത്? അവർ ഡിനൈ ചെയ്യുന്നു, ചിലർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അവർ വീക്ക് AI എന്നൊരു കാര്യമുണ്ട്, വീക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊരു കാര്യമുണ്ടെന്നും സ്ട്രോങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു കാര്യമുണ്ടെന്നും അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ അവർ ഡിനൈ ചെയ്യുന്നു സ്ട്രോങ്ങർ പോസിബിലിറ്റി ഉണ്ട്, സ്ട്രോങ് AI ദാറ്റ് മെഷീൻസ് ക്യാൻ ബി കോൺഷ്യസ്. മെഷീൻസിന് എന്ത് ചെയ്യാൻ പറ്റും? കോൺഷ്യസ് ആകാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, പലപ്പോഴും അതിന് സാധ്യത ഉണ്ട്. An important objection to strong artificial intelligence has been raised by, അത് കൊണ്ടുവന്നിരിക്കുന്ന അമേരിക്കൻ ഫിലോസഫർ ആയിട്ടുള്ള ജോൺ സെല്ലാണ്. ഇമാജിൻ, അദ്ദേഹം പറയുന്നു, ഫോർ എക്സാമ്പിൾ സ്ട്രോങ് AI എന്ന് പറയുന്നത്, ഹി സേ ദാറ്റ് നമ്മളൊരു റൂമിലിരിക്കുന്നു, അതിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറിയ വാതിലുണ്ട്, ഒരു കിളിവാതിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. സോ അതിലിങ്ങനെ കുറേ എന്തെങ്കിലും നമ്മളെ എഴുതി കാണിക്കുന്നു, കുറേ അതിലൂടെ ഇങ്ങനെ കുറേ സിമ്പിൾസ് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ചൈനീസ് സിമ്പിൾസ് ആണ്. നമ്മൾ ആ സിമ്പിൾസിൽ നോക്കുന്നു. യു ലുക്കപ്പ് ഈച്ച് സിമ്പിൾ ഇൻ എ ബുക്ക്. നമ്മളവിടെ എത്തുമ്പോൾ നമ്മൾ ഈ സിമ്പിൾസ് നോക്കുന്നു, അവിടെ കാണുന്ന ആ സിമ്പിൾസ് നോക്കുന്നു, ആൻഡ് നമ്മുടെ കയ്യിലിരിക്കുന്ന ബുക്കിൽ നോക്കിയിട്ട്
നമ്മുടെ കയ്യിലൊരു ബുക്കുണ്ട്. അതിനകത്തും കുറേ ചൈനീസ് സിംബൽസ് ഉണ്ട്. അതിൻ്റെ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ഉണ്ട്. വിച്ച് പ്രൊവൈഡ് ഇൻസ്ട്രക്ഷൻസ് ഓൺ ഹൗ ടു റെസ്പോണ്ട്, അലോയിങ് യു ടു സെലക്ട് ഫ്രം അനദർ സ്റ്റാക്ക് ഓഫ് ടൈൽസ്, ഓൾസോ കണ്ടെയ്നിങ് ചൈനീസ് ക്യാരക്ടേഴ്സ്, വിച്ച് യു ദെൻ സെൻഡ് ഔട്ട് ത്രൂ എ ഹാച്ച് ഓൺ ദി അതർ സൈഡ് ഓഫ് ദി റൂം. അപ്പോൾ തൊട്ടപ്പുറത്തെ റൂമിലേക്ക് കടക്കണമെങ്കിൽ അതായത് ഈ വാതിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ അവിടെ കുറേ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഈ കോഡ് ബ്രേക്ക് ചെയ്താലേ നമുക്ക് പോകാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ കയ്യിലൊരു ബുക്കുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കിയിട്ട് നമുക്ക് ഈ ചൈനീസ് ഒന്നും അറിയില്ല. പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന ബുക്കിൽ നോക്കി അതിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ പോലെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയും അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുകയും അങ്ങനെ നമുക്ക് ആ കോഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റുകയും നമ്മൾ അപ്പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചൈനീസ് അറിയില്ലല്ലോ. നമുക്കറിയില്ല. നമുക്ക് ചൈനീസിൻ്റെ ഒന്നും അറിയില്ല. ഒരു ലെറ്റർ പോലും അറിയില്ല. പക്ഷേ നമ്മൾ ചുമ്മാ ഒരു ബുക്കിൽ നോക്കി കുറേ സിംബൽസ് ഉപയോഗിച്ചിട്ട് ആ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ കോഡ് ബ്രേക്ക് ചെയ്തു. നമ്മൾ അപ്പുറത്തേക്ക് പോയി എന്ന് വിചാരിക്കൂ. സോ ഈ ഒരു സിനാരിയോയിൽ സേൾ ചോദിക്കുന്ന കാര്യം ഇതാണ്. കുഡ് ഇറ്റ് ബി സെഡ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ചൈനീസ്? ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ചൈനീസ് അറിയാമെന്നാണോ? അല്ല. ചൈനീസ് അറിഞ്ഞുകൂടെങ്കിലും കുറേ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമ്മൾ ആ കോഡ് ബ്രേക്ക് ചെയ്തു. എങ്കിൽ ഇത് തന്നെയല്ലേ കമ്പ്യൂട്ടറിൽ നടക്കുന്നത്? സേൾസ് പോയിന്റ് ഇസ് ദാറ്റ് ദർ ഇസ് മോർ ടു അണ്ടർസ്റ്റാൻഡ്. അതായത് മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ അവിടെ പ്രവർത്തിച്ചത്. ചൈനീസ് പഠിച്ചിട്ടല്ല നമ്മൾ അവിടെ പ്രവർത്തിച്ചത്. നമ്മൾ എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻസ് തന്നത് അതുപോലെ അനുസരിച്ചു. ആൻഡ് നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റി. എങ്കിൽ അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഇതാണ്. ദർ ഇസ് മോർ ടു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോൺഷ്യസ്നസ് ദാൻ സക്സസ്ഫുൾ റൂൾ ഫോളോയിങ്. ജസ്റ്റ് ആസ് ഇൻ ദ എബോ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞതുപോലെ യു നോട്ട് സേ ദാറ്റ് യു സ്പീക്ക് ഓർ അണ്ടർസ്റ്റാൻഡ് ചൈനീസ്. നമുക്ക് ചൈനീസ് പറയാനോ കണ്ടാലോ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ നമുക്ക് വി കുഡ് നെവർ സേ ദാറ്റ് എ കമ്പ്യൂട്ടർ ഈസ് കോൺഷ്യസ്. അപ്പോൾ കമ്പ്യൂട്ടർ കോൺഷ്യസ് ആയതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ മെഷീൻസിൻ്റെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഡീപ്പറായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂ ആണിത് എന്ന് റൈറ്റർ പറയുന്നു. മെഷീൻസ് കോൺഷ്യസ് ആണെങ്കിൽ ദെൻ ഇത് ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ദാറ്റ് ദർ വാസ് നത്തിങ് മോർ ടു കോൺഷ്യസ്നെസ് ദാൻ ദ മെക്കാനിക്കൽ ഇന്റർറിലേഷൻ ഓഫ് ഫിസിക്കൽ പാർട്സ് ഇൻ എ വെരി സഫിസ്റ്റിക്കേറ്റഡ് വേ. നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതൊരു മെക്കാനിക്കൽ ഫിസിക്കൽ സിസ്റ്റമാണ്, മറ്റൊന്നും അല്ല. സ്ട്രോങ് എ ഐ എന്ന് പറയുന്നത് ദെയർഫോർ അപ്പീൽസ് ടു സർട്ടൻ മെറ്റീരിയലിസ്റ്റ്. അവർ കാണുന്നത് ഇങ്ങനെയാണ്. ചില മെറ്റീരിയലിസ്റ്റുകൾ പറയുന്നത് ഇങ്ങനെയാണ്. ഡിനയൽ ഓഫ് ദിസ് പോസിബിലിറ്റി ആസ് എ ചാലഞ്ച്. സയൻറ്റിഫിക് കൺസെൻസസിന് ഒരു ചലഞ്ചാണ് ഇത് എന്നവർ കാണുന്നു. നമ്മൾ മെഷീൻസിനെ, ഇഫ് വി തിങ്ക് മെഷീൻസ് കാനോട്ട് ബി കോൺഷ്യസ്, മെഷീൻസ് കോൺഷ്യസ് അല്ല എങ്കിൽ, മെഷീൻസ് ശരിക്കും പറഞ്ഞാൽ കോൺഷ്യസ് ആണോ ഇല്ലയോ നമുക്കറിയത്തില്ല. കോൺഷ്യസ് അല്ല എങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും അവർക്ക് കൂടുതൽ കാര്യം അവർ മനസ്സിലാക്കിയിട്ടല്ല ഇതെല്ലാം ചെയ്യുന്നത്. അവർ ഫിസിക്കലി ഇതൊന്നും മനസ്സിലാക്കിയിട്ടല്ല, കോംപ്രിഹെൻഡ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വെച്ച് മാത്രമാണ് അവർ മുന്നോട്ട് പോകുന്നത്. സോ ഇതൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അതോ സ്പിരിച്വൽ ആണോ? മിസ്റ്റീരിയസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത പലതും നമ്മൾ സ്പിരിച്വൽ ആയിട്ടാണല്ലോ കണക്കാക്കുന്നത്. നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കും അല്ലേ? അത് ഇറ്റ്സ് അപ് ടു ഗോഡ്, ദിസ് ഇസ് സ്പിരിച്വൽ എന്ന്. സോ ഇവിടെ മെഷീൻസ് ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ? അതൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഫാക്ടറാണ്. സ്ട്രോങ് എ ഉണ്ടെന്നും വീക്ക് എ ഉണ്ടെന്നും ഒക്കെ സ്ഥാപിക്കുകയും അത് വേണ്ടി സമർത്ഥിക്കുകയും അതില്ല എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അവരിതിനൊന്നും കറക്റ്റായിട്ട് ആൻസർ പറയുന്നില്ല. പക്ഷേ ഇതൊരു ഫെയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റൈറ്റർ ചോദിക്കുന്നു, നമ്മൾ ആൻസർ ചെയ്യേണ്ട സമയമായിരിക്കുന്നു, നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഇറ്റ് വുഡ് ഹെൽപ്പ് ഗ്രേറ്റ്ലി ഇൻ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ, ക്യാൻ മെഷീൻസ് ബി കോൺഷ്യസ്? സോ മെഷീൻസ് കോൺഷ്യസ് ആണോ? നമുക്കറിയില്ല. ഇഫ് യു ആക്ച്വലി നോ വാട്ട് ഹ്യൂമൻ കോൺഷ്യസ്നെസ് ഇൻവോൾവ്, വിച്ച് മോസ്റ്റ് എഗ്രി വി കറൻ്റ്ലി ഡോണ്ട്. ശരിക്കും മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ് എന്താണെന്ന് പോലും നമ്മൾ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല മീൻസ് ഒരു അളവ് വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പഠനങ്ങൾ നടക്കുന്നുള്ളൂ. മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ് എന്താണ്, മനുഷ്യൻ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പ്രവർത്തിക്കും, ചിന്തിക്കും എന്നുള്ളത് നമുക്ക് ശരിക്കും അറിയില്ല. ഒരാളെങ്ങനെ പ്രവർത്തിക്കും, ചിന്തിക്കും എന്നൊന്നും നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ മെഷീൻസിൻ്റെ കോൺഷ്യസ്നെസ് എന്താണ്? അവർ ചിന്തിക്കുന്നുണ്ടോ, അവർ പ്രവർത്തിക്കുന്നുണ്ടോ, അവരുടെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടോ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. ഇതിൽ നിന്നാണ് ഇങ്ങനത്തുള്ള ഫിലിംസ് ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഫിക്ഷൻ ഒക്കെ റൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ബുക്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഫിക്ഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മെഷീൻസ് സ്വന്തമായിട്ട് ചിന്തിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ചിന്തിക്കാൻ. പക്ഷേ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീപ്പറായിട്ടുള്ള സ്റ്റഡീസൊക്കെ നടക്കുന്നതേ ഉള്ളൂ. നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നു. സ്വന്തമായിട്ട് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് വരുമ്പോഴാണ് പ്രശ്നം. അവർ പ്രവർത്തിക്കുന്നു, അവർ മൂവ് ചെയ്യുന്നു, അവർ നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. പക്ഷേ അത് അവരുടെ സ്വന്തമായ ചിന്തയാണോ? അല്ല എന്ന് ഒരു പരിധിവരെ നമുക്ക് ആൻസർ ചെയ്യാം. പക്ഷേ അതിനകത്തൊരു ചിന്ത നടക്കുന്നുണ്ടോ, ഒരു തോട്ട് പ്രോസസ്സ് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് റൈറ്റർ നമ്മളോട് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ടെക്സ്റ്റും കൂടെ വായിച്ചു നോക്കുക. ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അടുത്ത ലെസണുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.